കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് പേർളി മാണി. 4 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള പേളിയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ഓരോ കണ്ടന്റും വളരെ വേറിട്ടതാണ്. അതുകൊണ്ടുതന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് പേളിയോട് കുശുമ്പ് തോന്നുക സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണി വ്ലോഗ്സ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരുത്തൻ പേർളിയെ ചൊറിഞ്ഞിരുന്നു. പേളി റീച്ചിനു വേണ്ടി അതിഥികളോട് പൊട്ടത്തരങ്ങളാണ് ചോദിക്കുന്നത്, ഒരു ലോജിക്കുമില്ലാത്ത ഇന്റർവ്യൂ തുടങ്ങിയ ആക്ഷേപശരങ്ങളാണ് അയാൾ പേളിക്കെതിരെ ചൊരിഞ്ഞത്. എന്നാൽ പേളിയെ ഇഷ്ടമുള്ള ഒരുപാട് പേർ ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് പേളിയെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പേളി നേരിട്ട് ഉണ്ണി വ്ലോഗ്സിന് മറുപടി പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ്. പേർളി പറഞ്ഞതിങ്ങനെ: ഉണ്ണി പറഞ്ഞതുപോലെ ഒരുപക്ഷെ എന്റെ അവതരണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കാം. എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടപ്പെടാത്തവരെക്കാൾ കൂടുതലുള്ളത്. എന്റെ വീഡിയോ കണ്ടിട്ട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു സ്ട്രെസ് റിലീഫാണ് ആ സമയമെന്ന്. വലിയ ബുദ്ധിജീവികളൊന്നും എന്റെ വീഡിയോ കാണണ്ട. മനസ്സ് ശാന്തമാക്കാൻ ആഗ്രഹമുള്ളവരും കുറച്ചു നേരം പോക്ക് വേണ്ടവരും മാത്രം അത് കണ്ടാൽ മതി. താങ്കളുടെ അത്ര വലിയ പഠിപ്പുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാം തയ്യാറാക്കി വന്ന് കൃത്യമായി ഇന്റർവ്യൂ നടത്താനൊന്നും എനിക്കറിയില്ല. എനിക്കപ്പോൾ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതിഥികളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. പല ചോദ്യങ്ങളും വിഡ്ഢിത്തങ്ങളാകാം. എന്നാൽ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ കാണുന്നതും. ശ്വാസം പിടിച്ചിരുന്ന് കേൾക്കാനുള്ളതല്ല എന്റെ ഇന്റർവ്യൂ. കുട്ടികളുടെ മനസ്സുമായി വരുന്നവർക്കേ പേളി മാണി എന്ന ചാനൽ ഇഷ്ടപ്പെടുത്തുള്ളൂ. അല്ലാതെ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ 1000 കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. ഏതായാലും എന്നെ വെച്ച് താങ്കളും ഇപ്പോൾ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. താങ്കളുടെ ചാനലിൽ കയറി നോക്കിയപ്പോൾ എന്നെപ്പറ്റി ചെയ്ത വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കണ്ടത്. താൻ മാത്രമല്ല തന്നെപ്പോലെ ഒരുപാട് മഹാന്മാർ എന്നെ വെച്ച് കാശുണ്ടാക്കിയിട്ട് എനിക്കെതിരെ തന്നെ കുറിക്കുന്നുണ്ട്. മല്ലുവനലിസ്റ്റ് എന്ന പേരിൽ ചാനൽ നടത്തുന്ന ഒരുത്തനും 2 ആഴ്ച മുമ്പ് എനിക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്കൊക്കെ എന്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ചാനൽ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ഉണ്ടാകുന്നതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ദയവായി എന്റെ മെക്കിട്ട് കയറരുത്. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കുക. ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. പേർളി കൂട്ടിച്ചേർത്തു.